അങ്ങനെ DJ പാർട്ടിക്ക് ഇവിടെ തുടക്കമിട്ടിരിക്കുകയാണ് ഗൈസ്. ഒരു രക്ഷയില്ല, അടിപൊളി DJ പാർട്ടി. കോട് നിന്ന് തുള്ളുന്ന ഇച്ചായനെ നിങ്ങൾ കാണുന്നുണ്ടോ? അത് അങ്ങോട്ട് നോക്കൂ, അങ്ങോട്ട് നോക്കാൻ പറ്റില്ലേ, ഇതേ ഇങ്ങോട്ട് നോക്കൂ, കണ്ടില്ലേ തുള്ളണ തുള്ളല് കണ്ടില്ലേ? എല്ലാ ചാനലുകളിലൊക്കെ ഇവര് തന്നെയാണ് നിറഞ്ഞു നിൽക്കുന്നത്. ഇവർ ഗാനമേള ട്രൂപ്പ് തന്നെയുണ്ട്. അവിടെ പാടുന്ന ഫേമസ് ഗായകരാണ്. എന്തായാലും നല്ല അടിപൊളിയാണ് ഇവരുടെ പെർഫോമൻസ്. ഡാൻസ് കളിക്കുന്നതിനോടൊപ്പം തന്നെ പാട്ട് പാടുകയും ചെയ്യുന്നുണ്ട്. സാധാരണ ഡാൻസ് ഒന്നല്ല ഇവര് കളിക്കുന്നത്. ഇവര് കളിക്കുന്നത് നമ്മുടെ കൊടലുമാല വരെ പുറത്തിറക്കാവുന്ന രീതിയിലുള്ള ഡാൻസാണ് കളിക്കുന്നത്. ആ സമയത്ത് തന്നെ അവര് പാട്ടും പാടുന്നുണ്ട്. ഇവരെ സമ്മതിക്കണം. കാർഡിയോവാസ്കുലർ എക്സസൈസ് ചെയ്യുന്ന ആളുകൾക്ക് പോലും ഇതൊന്നും പറ്റില്ല. പക്ഷെ ഇവരൊക്കെ കണ്ടില്ലേ എന്ത് രസത്തോടു കൂടിയാണ് ഇങ്ങനൊരു സംഭവം വെക്കുന്നത്. ലൈവായിട്ട് തന്നെയാണ് നമുക്ക് ഈ കാണാൻ സാധിക്കുന്നത്. അത് തന്നെ ഒരു ഭാഗ്യമാണ്. 2 കൊല്ലം മുമ്പ് ഞാൻ നാട്ടിൽ വന്ന സമയത്ത് അനിയന്റെ കോളേജിലൊന്ന് പോയായിരുന്നു. അവൻ പഠിക്കുന്ന ശങ്കര കോളേജിലാണ്. അവിടെ പോയി കഴിഞ്ഞപ്പോ ഇതേപോലെ DJ പാർട്ടി ഉണ്ടെന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ എന്തിച്ചു, ഞാൻ പഠിക്കുന്ന സമയത്തൊന്നും ഇതില്ലല്ലോ എന്നോർത്ത്. ഞാൻ പഠിക്കുന്ന സമയത്ത് ഒരു തേങ്ങ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോഴുള്ള പിള്ളേരൊക്കെ പഠിക്കുന്ന സമയത്തുണ്ടല്ലോ DJ പാർട്ടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളിയാണ്. ഈ കാലഘട്ടത്തിലെങ്ങാനും ജനിച്ചാൽ മതിയായിരുന്നു ഞാൻ ഒന്ന് ആലോചിച്ചു പോകും. നമ്മളീ പറഞ്ഞു എങ്ങോട്ടേ പോകുന്നത്, കാട് കയറി തന്നെ പോയല്ലേ. അപ്പൊ എന്തായാലും നമുക്ക് ഇന്നത്തെ DJ പാർട്ടി എൻജോയ് ചെയ്യാം. നന്നായിട്ട് എൻജോയ് ചെയ്തു. ഹൈ ഹീൽസ് ചെരുപ്പാണ് ഞാൻ ഇട്ടിരുന്നത്. അതുകൊണ്ട് എനിക്ക് കൂടുതലായിട്ട് തുള്ളാൻ പറ്റിയില്ല. അതിന്റെ തുള്ളൽ കൂടി ഇച്ചായൻ ഏറ്റെടുത്ത് തുള്ളി. അവസാനം ഞങ്ങൾക്ക് നന്നായിട്ട് വിശന്നു കഴിഞ്ഞപ്പോൾ അടുത്തുള്ള മെക്ഡൊണാൾഡ്സിൽ ചെന്നിട്ട് 2 ബർഗറും വാങ്ങിച്ച് കഴിച്ചിട്ട് വീട്ടിലേക്ക് നടക്കും. അതിരാവിലെ 4 മണിക്കാണ് ഈ DJ പാർട്ടി കഴിയത്തുള്ളൂ. അതുവരെ നിൽക്കാനുള്ള സ്റ്റാമിന നമ്മുടെ കയ്യിലില്ലാത്തതിന്റെ പേരിൽ നമ്മൾ 2 മണിയായി കഴിഞ്ഞപ്പോഴേക്കും കെട്ടും പൊട്ടി വീട്ടിലേക്ക് പോയി.